Good morning. Today we can discuss what is corporate governance and corporate social responsibility. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സിസ്റ്റം ബൈ വിച്ച് കമ്പനീസ് ആർ ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ്. അതായത് ഇറ്റ് ഈസ് എ റെഗുലേറ്ററി മെക്കാനിസം ആൻഡ് ദ റോൾസ് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ the management of a company, its board of directors, shareholders and other stakeholders, and the goals for which the corporation is governed. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു ലോകത്തിൽ ബിസിനസ് വേൾഡിൽ ദ എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഷെയർ ഹോൾഡേഴ്സ്, ഡിബെഞ്ചർ ഹോൾഡേഴ്സ്, ട്രേഡ് ക്രെഡിറ്റേഴ്സ്, സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റീസ് എഫക്റ്റഡ് ബൈ ദി കമ്പനീസ് ആക്ടിവിറ്റീസ്. ഇൻറ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, എക്സിക്യൂട്ടീവ്സ് ആൻഡ് അതർ എംപ്ലോയീസ്. അപ്പോൾ ഈ കോർപ്പറേറ്റ് ഗവേണൻസിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് സിസ്റ്റംസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് ബൈ വിച്ച് എ കമ്പനി ഇസ് ഗവേൺഡ്. അതായത് കമ്പനി എന്താ പറയുക, അതിനെ നല്ല രീതിയിൽ ഗവേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, കമ്പനിയിലൊരു ഭരണം നടത്തുക, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള. ഓക്കെ, അപ്പം ഈ കോർപ്പറേറ്റ് ഗവേണൻസിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചിട്ട് പ്രൊവൈഡ്സ് ദ ഗൈഡ് ലൈൻസ് ആസ് ഹൗ ദ കമ്പനി ക്യാൻ ബി ഡയറക്റ്റഡ് ആൻഡ് controlled such that it can fulfill its goals and objectives in a manner that adds to the value of the company. ഓക്കെ, അപ്പോൾ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും എന്താ പറയുക, തൃപ്തിയാവുന്ന രീതിയിലുള്ള ഒരു ഭരണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ ശരിക്കും കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരാം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആവാം, മാനേജ്മെൻറ്റ്, എക്സ്റ്റേണൽ ഇൻറ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ ബോർഡ്, മാനേജ്മെൻറ്റ്, ഷെയർ ഹോൾഡേഴ്സ്, കസ്റ്റമേഴ്സ്, അതേപോലെ എംപ്ലോയീസ് ആൻഡ് സൊസൈറ്റി. അപ്പം മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി ആൻഡ് അസ്യൂംസ് ദ റോൾ ഓഫ് എ ട്രസ്റ്റി ഫോർ ഓൾ അതേഴ്സ്. അപ്പം ഇവിടെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പനി ആരാ മാനേജ് ചെയ്യുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടർ, മാനേജ്മെൻറ്റാണ്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ട്രസ്റ്റി ആയിട്ട് പ്രവർത്തിക്കും. ട്രസ്റ്റീൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ബെനിഫിഷ്യറീസിന് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അതേഴ്സ് ദേ ഗവേൺ ദി കമ്പനി. അപ്പോൾ ഈ ഒരു ദ കീ ആസ്പെക്റ്റ് ഓഫ് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻക്ലൂഡ് transparency of corporate structure and operations, accountability of managers and the board to shareholders, then CSR towards corporate social responsibility towards stakeholders. Okay, അപ്പം ഈ കോർപ്പറേറ്റ് ഗവേണൻസ് വാസ് ബോൺ വെൻ ദ സ്റ്റഡി ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് ഗവേണൻസ് വാസ് ലിങ്ക്ഡ് ബൈ ദി ബിസിനസ് ഓർ കോർപ്പറേറ്റ് വേൾഡ്. പക്ഷേ ഈ ഒരു സംഭവം ന്യൂ കോൺസെപ്റ്റ് ഒന്നും അല്ലെങ്കിൽ കൂടി ഇപ്പോഴാണ് ഇതിന് ഇമ്പോർട്ടൻസ് കൂടിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് ഇപ്പം ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ഫ്ലോയിങ് ടു ഇന്ത്യ. അപ്പോൾ ഓവർസീസ് ഇൻവെസ്റ്റേഴ്സിന് താല്പര്യം എന്താ? ദേ വിഷ് ടു ബി റീഅഷ്യൂർഡ് ദാറ്റ് ദ കമ്പനീസ് ദേ ഇൻവെസ്റ്റ് will not only be managed well but be required by law to be managed in an open and transparent മാനർ. അപ്പോൾ ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് താല്പര്യം എന്ന് പറഞ്ഞാൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളിൽ അത് നന്നായി മാനേജ് ചെയ്താൽ മാത്രം പോരാ, അത് എങ്ങനെയും കൂടി ആയിരിക്കണം എന്ന് പറഞ്ഞാൽ റിക്വയർഡ് ബൈ ലോ ടു ബി മാനേജ്ഡ് ഇൻ എൻ ഓപ്പൺ ആൻഡ് ട്രാൻസ്പാരൻറ്റ് മാനർ. എല്ലാം ഒരു സുതാര്യമായ രീതിയിലായിരിക്കണം കമ്പനീനെ മാനേജ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാരണത്താലാണ് ഇപ്പം ഈ കോർപ്പറേറ്റ് ഗവേണൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നത്. അല്ലാണ്ട് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ഒരു പുതിയ ടേമുമൊന്നും അല്ല. ഓക്കെ, ഈ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ നോക്കാം. Corporate governance is concerned with the ways of bringing the interest of investors and managers into line and ensuring that firms are run for the benefit of investors. ഒരു ഡെഫിനിഷനും കൂടെ നോക്കാം. എ സെറ്റ് ഓഫ് സിസ്റ്റംസ്, പ്രോസസ്സസ് ആൻഡ് പ്രിൻസിപ്പിൾസ് വിച്ച് എൻഷുർ ദാറ്റ് എ കമ്പനി ഇസ് ഗവേൺഡ് ഓൺ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്.
അതായത് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ട്രാൻസ്പാരൻസി ഇൻ ബിസിനസ് ട്രാൻസാക്ഷൻസ്, സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ലീഗൽ കംപ്ലയൻസ്, adequate disclosures and effective decision making to achieve corporate ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ കമ്പനീൻ്റെ ലക്ഷ്യങ്ങൾ, കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഒക്കെ ട്രാൻസ്പാരൻ്റ് ആക്കണം. അതേപോലെ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ലീഗൽ കംപ്ലയൻസ്, നിയമപരമായിട്ട് കുറേ ഇതൊക്കെ ഉണ്ടാവും, പാലിക്കേണ്ടതുണ്ടാവും, അതെല്ലാം പാലിക്കുക. ആഡിക്വേറ്റ് ഡിസ്ക്ലോഷേഴ്സ്, എന്തൊക്കെയാണോ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്യുക. ആൻഡ് ഇഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, അപ്പം ഇവിടെ ശരിക്കും കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അന്നേരം മനസ്സിലായി. ഇറ്റ് ഈസ് അബൌട്ട് പ്രൊമോട്ടിംഗ് കോർപ്പറേറ്റ് ഫെയർനെസ്, ട്രാൻസ്പാരൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അപ്പോൾ ഒരു ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇസ് സിംപ്ലി ഗുഡ് ബിസിനസ്, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം നല്ല രീതിയിൽ കമ്പനി എന്താ പറയുക ഭരിക്കുക, മനസ്സിലായല്ലോ. ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും, പ്രോസസ്സസ് ഉണ്ടാവും. നല്ല രീതിയിൽ കമ്പനീനെ കൺട്രോൾ ചെയ്യുക, മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സെറ്റ് ഓഫ് എന്താ പറയുക സിസ്റ്റംസ് അല്ലെങ്കിൽ പ്രോസസ്സസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ദാറ്റ് എൻഷുവേഴ്സ് എന്താ പറയുക കമ്പനി ഇസ് ഗവേൺഡ് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. Then good corporate governance, it is vital to integrity and efficiency of financial market, while poor corporate governance weakens a company's potential and at worst can pave the way for financial difficulties and even ഫ്രോഡ്സ്. അപ്പോൾ ഒരു നല്ല രീതിയിൽ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു ഭരണമാണെങ്കിൽ അവിടെ എല്ലാം എന്താ പറയുക നല്ല രീതിയിൽ പോയിക്കോളും. അതായത് ഫിനാൻഷ്യൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ഇൻറ്റഗ്രിറ്റി ഒക്കെ ഉണ്ടാവും. പക്ഷേ നേരെ മറിച്ചിട്ട് പുവർ കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്, നല്ല രീതിയിലല്ലെങ്കിൽ അവിടെ എന്തിനൊക്കെയുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും കമ്പനിക്ക്, അതേപോലെ ഫ്രോഡ് വരെ. ഇപ്പം നിങ്ങൾക്ക് ഈ ഓരോ കമ്പനി എടുത്ത് നോക്കിയാൽ അറിയാം, സത്യം ഓൺലൈൻ, അതേമാതിരി കിങ് ഫിഷർ, അവിടെയൊക്കെ എന്താ സംഭവിച്ചിട്ടുള്ളത്? അവരുടെ പുവർ കോർപ്പറേറ്റ് ഗവേണൻസ് കാരണമാണ് അവരൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുള്ളത്, മനസ്സിലായി. അപ്പോൾ ഒരു ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇംപ്ലൈസ് എ വെൽ ഡിഫൈൻഡ്, വെൽ സ്ട്രക്ചേർഡ് ആൻഡ് വെൽ കമ്മ്യൂണിക്കേറ്റഡ് സിസ്റ്റം ടു മാനേജ്, ഡയറക്റ്റ് and control the conduct of business of a company. മനസ്സിലായല്ലോ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ് എന്നുള്ളത്. അപ്പം എ ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇംപ്ലൈസ് ദ ഫോളോയിങ് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഫോർ എൻഹാൻസിങ് ദ വാല്യൂ ഓഫ് ദ കമ്പനി ആൻഡ് ഇഫക്റ്റീവ്ലി മോണിറ്ററിങ് ഓഫ് എക്സിക്യൂട്ടീവ്സ് പെർഫോമൻസ് ആൻഡ് സപ്പോർട്ടിംഗ് ദി ഓൺട്രപ്രീനർഷിപ്പ് സ്പിരിറ്റ്. അതായത് മാക്സിമം യൂട്ടിലൈസേഷൻ, ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ എൻഹാൻസിങ് ദ വാല്യൂ ഓഫ് ദ കമ്പനി ആൻഡ് ഇഫക്റ്റീവ്ലി മോണിറ്ററിങ് ദ എക്സിക്യൂട്ടീവ്സ് പെർഫോമൻസ്. എക്സിക്യൂട്ടീവ്സ് ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുക. ആൻഡ് സപ്പോർട്ടിംഗ് ദി ഓൺട്രപ്രീനർഷിപ്പ് സ്പിരിറ്റ്. ദെൻ എത്തിക്കൽ ബിഹേവിയർ ഓഫ് ദ കമ്പനി ഇൻ ഹോണറിങ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ദ റൈറ്റ് ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഈ ലക്ഷ്യത്തോടൊക്കെ കൂടിയിട്ടാണ്, അതാണ് ശരിക്കും ഒരു ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് നോക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് വൺ ഓഫ് ദ ക്രൈറ്റീരിയ ദാറ്റ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആർ ഇൻക്രീസിംഗ്ലി ഡിപ്പെൻഡിങ് ഓൺ വെൻ ഡിസൈഡിങ് ഓൺ വിച്ച് കമ്പനി ടു ഇൻവെസ്റ്റ് ഇൻ. അപ്പം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയാലും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആയാലും അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നത് ഏത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ആ കമ്പനീൻ്റെ കോർപ്പറേറ്റ് ഗവേണൻസ് എങ്ങനെയുണ്ട് നോക്കിയിട്ടാണ്, മനസ്സിലായല്ലോ. അപ്പം ഇറ്റ് ഈസ് നോട്ട് ടു ഹാവ് എ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഓൺ ദ ഷെയർ പ്രൈസ് ഓഫ് ദി കമ്പനി. പിന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പം ഈ ലാസ്റ്റ് ഫ്യൂ ഡെക്കേഡ്സിലാണ് ഇത് പോപ്പുലർ ആയിട്ടുള്ളത്. കാരണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡ്യൂ ടു കോർപ്പറേറ്റ് സ്കാംസ് ദാറ്റ് ഒക്കർ ഇൻ ദ ബിസിനസ് വേൾഡ്. അതായത് നമ്മളെ ഈ ബിസിനസ് വേൾഡിൽ ഒരുപാട് സ്കാംസ് നടന്നിട്ടുണ്ട്. ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞല്ലോ, കിങ് ഫിഷർ ആണെങ്കിൽ എന്താ പറയുക അവരുടെ ഫെയിലിയറിൻ്റെ കാരണം കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. അപ്പോൾ ഈ ഏതെങ്കിലും ഒന്നുകിൽ അവരെന്താ പറയുക കൃത്യമായിട്ട് അവർ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് അല്ലെങ്കിൽ ലീഗൽ കംപ്ലയൻസ് നടത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ ഫോൾട്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും കാരണത്താലാണ് കമ്പനി പൊട്ടിപ്പൊളിഞ്ഞു പോവുക. അതേമാതിരി എന്തെങ്കിലും മൽ പ്രാക്ടീസസ് നടത്തിയിട്ടുണ്ടാവാം.
കൃത്യമായിട്ട് അക്കൗണ്ട്സൊക്കെ കാണിക്കാതെ അതായത് ശരിക്കും കളവുകളൊക്കെ നടത്തിയിട്ടുണ്ടാവും, ക്യാഷ് മിസ്അപ്രോപ്രിയേഷൻസ് ഒക്കെ നടത്തിയിട്ട് അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് അക്കൗണ്ടിൽ കാണിക്കാതിരിക്കുക. അതായത് അക്കൗണ്ട്സ് ചെയ്യുന്ന സമയത്ത് എല്ലാം കള്ളത്തരം കാണിക്കുക. അങ്ങനെയൊക്കെ പൊളിഞ്ഞു പോയ ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്പം ഈ ഒരു എന്താ പറയുക, കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ ഒരു അടുത്ത കാലത്തായിട്ടാണ് നമ്മൾ ഈ വേർഡ് കൂടുതൽ കേൾക്കുന്നത്. എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു കോർപ്പറേറ്റ് സ്കാംസ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ ദ ബിസിനസ് വേൾഡ്. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക് എന്തുകൊണ്ടാണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസിന് ഇത്രയും ഒരു ഇത് കിട്ടിയത് എന്നുള്ളത്. അത് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഫസ്റ്റ് വൺ, ചേഞ്ചിങ് ഓണർഷിപ്പ് സ്ട്രക്ചർ. അതായത് നിങ്ങൾക്കറിയാം, there is a change in the ownership structure of enterprises. Public financial institutions, mutual funds, etc. are the single largest shareholder in the most of the joint organization. അതായത് ഒരാളുടെ കാശോ അങ്ങനെയല്ല. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കൂട്ടരാണെങ്കിൽ അതിൻ്റെ ക്യാഷ് മുഴുവൻ കൊടുത്തിരിക്കുന്നത് വേറൊരു ടീമായിരിക്കും. അപ്പോൾ ആസ് ദേ ഹാവ് കൺട്രോൾ ഓൺ ദ മാനേജ്മെൻറ്റ് ദേ ഡിമാൻഡ് ഫോർ കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ ഇങ്ങനെ ആരുടെ കാശാണോ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ദേ ഡിമാൻഡ് ഫോർ കോർപ്പറേറ്റ് ഗവേണൻസ്. ദെൻ ഗ്രോയിങ് നമ്പർ ഓഫ് സ്കാംസ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. ദർ ഇസ് എൻ ഇൻക്രീസിങ് നമ്പർ ഓഫ് സ്കാംസ് ഇൻ ദി കോർപ്പറേറ്റ് വേൾഡ്. അതായത് മിസ്യൂസ് ആൻഡ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പബ്ലിക് മണി ആർ ഹാപ്പനിങ് എവറി ഡേ. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദീസ് സ്കാംസ് ആൻഡ് ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റീസ് മെനി കമ്പനീസ് ഹാവ് സ്റ്റാർട്ടഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. Then another thing is separation of ownership from management. അതായത് കമ്പനി ഭരിക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്, പക്ഷേ അതിൻ്റെ ശരിക്കും ഓണേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ദേ അറ്റൻഡ്, അതായത് ഷെയർ ഹോൾഡേഴ്സ് അറ്റൻഡ് ഓൺലി ആനുവൽ ജനറൽ മീറ്റിംഗ്സ്. അതായത് ഷെയർ ഹോൾഡേഴ്സ് ആർ നോട്ട് സ്ട്രോങ് ആൻഡ് പ്രോക്സീസ് ആർ നോട്ട് അലൗഡ് ടു സ്പീക്ക് ഇൻ ദ മീറ്റിംഗ്. ദെയർഫോർ ഡയറക്ടേഴ്സ് മിസ്യൂസ് ദിയർ പവർ ഫോർ ദിയർ ഓൺ ബെനിഫിറ്റ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ, അതായത് ഷെയർ ഹോൾഡേഴ്സിന് ആകെ ജനറൽ മീറ്റിങ്ങിൽ വരിക, അവിടെ എന്തെങ്കിലും ഒരു വോയിസ് ഉള്ളൂ. ചിലപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് വന്നിട്ടില്ലെങ്കിൽ അവരുടെ പ്രോക്സിനെയാണ് വിടുക. പ്രോക്സി എന്ന് പറയുന്നത് പകരമായിട്ട് വിടുന്ന ആളുകളെയാണ് പറയുന്നത് മീറ്റിങ്ങിൽ. അപ്പോൾ ഈ ഒരു സമയത്ത് ഡയറക്ടേഴ്സ്, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യും, അവർക്ക് തോന്നിയ മാതിരി അങ്ങോട്ട് കമ്പനിയിൽ കളികൾ കളിക്കും. അപ്പം ആ ഒരു ഇത് തടയാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. അതായത് ദർ ഇസ് എ നീഡ് ഫോർ കോർപ്പറേറ്റ് ഗവേണൻസ് ടു പ്രൊട്ടക്റ്റ് ഓൾ ദ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഓഫ് ദി കമ്പനി. പിന്നെ ഒന്ന് പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ ദിസ് ഈസ് പോസിബിൾ ഓൺലി ഇഫ് ദേ യൂസ് കോർപ്പറേറ്റ് ഗവേണൻസ്. ദെൻ ഗ്ലോബലൈസേഷൻ. നമുക്കറിയാം ഗ്ലോബലൈസേഷൻ എൻ്റെ ഭാഗമായിട്ട് ദർ ഈസ് എ ഫ്ലോ ഓഫ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ് ഇൻ ദി home market. Many of the companies are selling their goods in the global market. So without corporate governance, it is impossible to enter, survive and succeed the global market എന്നാ പറയുന്നത്. Then takeover and mergers are പറയുന്നത്. Today there are takeovers and mergers in the business world. But corporate governance is required to protect the interest of all parties during this time. Then SEBI guidelines പറയുന്നുണ്ട് കുറേ. SEBI has made corporate governance compulsory for some companies. അതായത് എന്തിനു വേണ്ടിയിട്ട്? ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. മനസ്സിലായല്ലോ വൈ ദർ ഇസ് എ നീഡ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ കമ്പനി എന്നുള്ളത്. ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. ദെൻ നെക്സ്റ്റ് വി ക്യാൻ സി വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. അതായത് ചില തത്വങ്ങൾ അടിസ്ഥാനത്തിലാണ് കമ്പനി ഭരിക്കുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇറ്റ് ഇൻവോൾവ്സ് എ സെറ്റ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കമ്പനീസ് മാനേജ്മെൻറ്റ്, ഇറ്റ്സ് ബോർഡ്, ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ ദ കോർ പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആർ ഫെയർനെസ്, ട്രാൻസ്പാരൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഫെയർനെസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫെയർ സിസ്റ്റം ആയിരിക്കണം. അതായത് ഇറ്റ് ഷുഡ് പ്രൊട്ടക്ട് ദ ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്സ് ആൻഡ് എൻഷുർ ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓൾ ഷെയർ ഹോൾഡേഴ്സ് ഇൻക്ലൂഡിങ് മൈനോറിറ്റി ആൻഡ് ഫോറിൻ ഷെയർ ഹോൾഡേഴ്സ്. മനസ്സിലായല്ലോ? അപ്പോൾ അത്രയും ട്രാൻസ്പാരൻ്റ് ആയാൽ മാത്രമേ ഉള്ളൂ, ഫെയർ ആയാൽ മാത്രമേ ഉള്ളൂ അവിടെ ഒരു ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുള്ളൂ. അത് ബെസ്റ്റ് വേ
This is done by allowing and encouraging shareholders to participate in the activities of company such as meetings. രണ്ടാമത്തെ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് റെസ്പോൺസിബിലിറ്റിയാണ്. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജിങ് ഇറ്റ്സ് ഫങ്ഷൻസ് ഇൻക്ലൂഡിങ് കംപ്ലയൻസ് വിത്ത് റെഗുലേഷൻസ് ആൻഡ് കോഡ് ഓഫ് കോണ്ടക്ട്. അപ്പോൾ ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി കമ്പനി ടു റെക്കഗ്നൈസ് ദ റൈറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ law and encourage active cooperation between corporations and stakeholders in creating wealth, job and the sustainability of financially sound enterprises. Then transparency is achieved by making accurate disclosure on all material matters regarding the company, including its financial situation, performance, ownership and governance structure. Last one, accountability എന്ന് പറഞ്ഞാൽ എന്താ? It involves strategic guidance of the company, the effective monitoring of management by the board and the board's accountability to company and the shareholders. But these are the principles of corporate governance. And what are the benefits of corporate governance നോക്കാം. Important benefits എന്ന് പറയുമ്പോൾ first one, corporate governance provides the structure through which objectives of company are set and the means of attaining these objectives and monitoring the performance are determined. Then proper inducement to the owners as well as the managers to achieve objectives that are in the interest of shareholders and organization. Then it lowers the capital cost. It ensures corporate success and economic growth. നല്ല രീതിയിലൊരു ഭരണം കാഴ്ചവെക്കുകയാണെങ്കിൽ ഇതെല്ലാം കിട്ടുമെന്നാണ് പറയുന്നത്. ഇറ്റ് മിനിമൈസസ് വേസ്റ്റേജസ്, കറപ്ഷൻ, റിസ്ക് ആൻഡ് മാനേജ്മെൻറ്റ് വിച്ച് റിസൾട്ട് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ദി ഷെയർ പ്രൈസ്. Last one, a good corporate governance creates investors' confidence, as a result of which company can raise capital effectively and efficiently. Okay. Then next we can see what are the committees on corporate governance. ഒരുപാട് കമ്മിറ്റീസൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ കോർപ്പറേറ്റ് ഗവർണൻസ്. കമ്മിറ്റീസ് എന്ന് പറയുമ്പം ദ കോഡ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് വിച്ച് ആർ അപ്ലിക്കബിൾ ഫോർ ഇന്ത്യൻ ലിസ്റ്റഡ് കമ്പനീസ് ഹാവ് ബീൻ ഡിഫൈൻഡ് ഇൻ ഡീറ്റെയിൽ ബൈ നരേഷ് ചന്ദ്ര ആൻഡ് നാരായണൻ മൂർത്തി കമ്മിറ്റീസ്. ഈ ബിർള കമ്മിറ്റി ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കമ്മിറ്റീസ് വന്നിട്ടുണ്ട്. അതായത് in 1999 SEBI had set up a committee under the chairmanship of Sri Kumar Mangalam Birla to promote and raise the standards of good corporate governance. അപ്പോൾ അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് റിപ്പോർട്ട് സബ്മിറ്റഡ് ബൈ ദ കമ്മിറ്റി ഇസ് ദ ഫസ്റ്റ് ഫോർമൽ ആൻഡ് കോംപ്രഹെൻസീവ് അറ്റംപ്റ്റ് ടു ഇവോൾവ് എ കോഡ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് പ്രിവെയിലിംഗ് കണ്ടീഷൻസ് ഓഫ് ഇന്ത്യൻ കമ്പനീസ് ആസ് വെൽ ആസ് ദ സ്റ്റേറ്റ് ഓഫ് ദ ക്യാപിറ്റൽ മാർക്കറ്റ്. മനസ്സിലായല്ലോ? അവരുടെ ഈ ബിർള കമ്മിറ്റീൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്തായിരുന്നു എന്ന് വെച്ചാൽ to view corporate governance from the perspective of shareholders and investors and to prepare a code to suit the Indian corporate environment. അതായത് ഷെയർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇന്ത്യൻ എന്താ പറയുക കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റിന് ഉചിതമാകുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തത് നോക്കുകയാണെങ്കിൽ ഏതാണെന്നാണ് പറയുന്നത്? ദ കോഡ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് വിച്ച് ആർ അപ്ലിക്കബിൾ ഇൻ ഇന്ത്യൻ ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത് ഏതിലാണുള്ളതെന്നാണ് പറയുന്നത്? ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ നരേഷ് ചന്ദ്ര ആൻഡ് നാരായണൻ മൂർത്തി കമ്മിറ്റീസ്. അപ്പോൾ ഇൻ റെക്കഗ്നീഷൻ ഓഫ് ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ പ്രാക്ടീസസ്, SEBI has mandated corporate governance in the listing requirement in clause 49 of listing agreement. അപ്പോൾ ഈ ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റിൽ ക്ലോസ് 49 ഓഫ് ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റിൽ അത് ശരിക്കും നിലവിൽ വന്നത് എന്നാണെന്നാണ് പറയുന്നത്? 31 ഡിസംബർ 2005 അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ. അപ്പോൾ മേജർ പ്രൊവിഷൻസ് ഇൻക്ലൂഡഡ് ഇൻ ക്ലോസ് 49 ഓഫ് ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് ആർ: the board will lay down a code of conduct for all board members and senior management of the
കമ്പനി ടു കമ്പൽസറിലി ഫോളോ. അതായത് കമ്പനിയിലെ മാനേജ്മെൻറ്റ്, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, സീനിയർ മാനേജേഴ്സ് ആയിക്കോട്ടെ, അവരെല്ലാവരും നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. അത് വേണം. അതായത് ബോർഡ് വിൽ ലേ ഡൗൺ എ കോഡ് ഓഫ് കോണ്ടക്ട് ഫോർ ദിസ്. അതേപോലെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ആൻഡ് CFO എന്ന് പറഞ്ഞാൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ദേ വിൽ സർട്ടിഫൈ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദി കമ്പനി. അതായത് കമ്പനി അക്കൗണ്ടിങ് ഇയർ എൻഡിൽ പ്രിപ്പയർ ചെയ്യുന്ന ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് സർട്ടിഫൈ ചെയ്തിരിക്കണം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും. Then if while preparing financial statements, company follows a treatment that is different from that is prescribed in the accounting standards. അതായത് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ടല്ല ഏതെങ്കിലും ഒരു അക്കൗണ്ട്സോ കാര്യങ്ങളോ കമ്പനി പ്രിപ്പയർ ചെയ്തതെങ്കിൽ അത് കൃത്യമായിട്ട് അവർ ഏതിൽ പറഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. കമ്പനീൻ്റെ റിപ്പോർട്ടുണ്ട്, അതായത് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കണം ആനുവൽ റിപ്പോർട്ടിൽ, എന്തുകൊണ്ട് അവർ ആ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാതെ ഈ രീതിയിൽ അക്കൗണ്ട്സ് ചെയ്തു എന്നുള്ളത് കാണിച്ചുകൊണ്ടുള്ള ഒരു എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അതേപോലെ ദ കമ്പനി വിൽ ഹാവ് ടു ലേ ഡൗൺ പ്രൊസീജിയേഴ്സ് ഫോർ ഇൻഫോമിംഗ് ദ ബോർഡ് മെമ്പേഴ്സ് അബൌട്ട് ദ റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് മിനിമൈസേഷൻ പ്രൊസീജിയേഴ്സ്. Where money is raised through public issues, etc., the company will have to disclose the uses and application of funds according to മേജർ കാറ്റഗറീസ്. ഏതൊക്കെ രീതിയിൽ അവർ യൂസ് ചെയ്തു ഈ ഫണ്ട് എന്നുള്ളതും കൃത്യമായി കാണിച്ചിരിക്കണം. ഓക്കെ. Further, on an annual basis, company will prepare a statement of funds utilized for purposes other than those specified in the offer document. Many company will have to publish its criteria for making its payment to non-executive directors in the annual report. Clause 49 contains both mandatory and non-mandatory requirements. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോണത് എന്താണ് CSR എന്നുള്ളതാണ്. സെക്ഷൻ 135 ഓഫ് കമ്പനീസ് ആക്ടിലാണ് CSRനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ കമ്പനീസ് ആക്ട് 2013 ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് സെവറൽ ന്യൂ പ്രൊവിഷൻസ് വിച്ച് ചേഞ്ച് ദ ഫേസ് ഓഫ് ഇന്ത്യൻ കോർപ്പറേറ്റ് ബിസിനസ്. അതിലുള്ള ഒരു പ്രൊവിഷനാണ് ഏതാണ് CSR. ഞാൻ നിങ്ങൾക്ക് സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് കമ്പനീസ് ആക്ട് 2013 എടുക്കുന്ന സമയത്ത് പറഞ്ഞു തന്നൊരു പോയിൻ്റാണിത് CSR. അതായത് കമ്പനീൻ്റെ സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയും. അതായത് വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് കമ്പനി നിലനിന്നിട്ട് കാര്യമില്ല. കമ്പനിക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് സമൂഹത്തിൻ്റെ അടുത്ത്, സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്ത്. അത് പാലിച്ചുകൊണ്ട് വേണം കമ്പനി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ദാറ്റ് കമ്പനീസ് ടേക്ക് റിസോഴ്സസ് ഇൻ ദ ഫോം ഓഫ് റോ മെറ്റീരിയൽസ്, ഹ്യൂമൻ റിസോഴ്സസ് എക്സെട്ര ഫ്രം ദ സൊസൈറ്റി, which in turn giving something back to the society in the form of CSR ആക്ടിവിറ്റീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കമ്പനീൻ്റെ റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ് ആയിക്കോട്ടെ അല്ലാത്ത മെറ്റീരിയൽസൊക്കെ ആയിക്കോട്ടെ, ഇതെല്ലാം എടുക്കുന്നത് എവിടെ നിന്ന് എടുത്തിട്ടാണ് ചെയ്യുന്നത്? സൊസൈറ്റി എന്നാണ് സ്വരൂപിക്കുന്നത്. അപ്പം തിരിച്ചിട്ട് കമ്പനിക്കും എന്തുണ്ട് എന്നാണ് പറയുന്നത്? എന്തെങ്കിലും സൊസൈറ്റിക്ക് തിരിച്ചു കൊടുക്കണം ഇൻ ദ ഫോം ഓഫ് CSR ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ CSR ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. സോ അക്കോർഡിംഗ് ടു ദ വേൾഡ് ബിസിനസ് കൗൺസിൽ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, എന്താണ് CSRൻ്റെ ഡെഫിനേഷൻ എന്നുള്ളതാണ് നോക്കുന്നത്. CSR is the continuing commitment by business to behave ethically and contribute to economic development while improving the quality of the life of the workforce and other families as well as of the local community and society at large. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് കമ്പനി എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. വൺ മോർ ഡെഫിനേഷൻ ഇസ് ഗിവൺ. CSR is about how companies manage the business processes to produce an overall positive impact on the society. സമൂഹത്തിലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കമ്പനി എന്തൊക്കെ ചെയ്യുന്നു, ആ ഒരു കൂട്ടം പ്രവർത്തനങ്ങളെയാണ് നമ്മൾ CSR എന്ന് പറയുക. Okay, so it is a term used to describe a voluntary corporate initiatives concerned with community development, the environment and human rights. But CSR policies and programs seeks to benefit society while simultaneously improving a corporation's public image and profitability. Okay,
അപ്പോൾ സി എസ് ആർ ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ, അതായത് സി എസ് ആറിന് വേണ്ടി സി എസ് ആർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ ആ കമ്പനിക്ക് സമൂഹത്തിൻ്റെ ഇടയിൽ മാത്രമല്ല സ്ഥാനം ഉണ്ടാവുക. ഈ സമൂഹത്തിന് ഇത്രയും കമ്പനി ചെയ്യുന്നുണ്ടല്ലോ, ഈ പാവപ്പെട്ടവർക്കും മറ്റവർക്കും ഒക്കെ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് കണക്കിലെടുത്തിട്ട് അത് വെച്ചുകൊണ്ട് കമ്പനി സൊസൈറ്റി, അതായത് കസ്റ്റമേഴ്സ് ആയാലും ആരായിക്കോട്ടെ, അവർ കൂടുതൽ ആർക്ക് വേണ്ടി ആരെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അതായത് സമൂഹത്തിൻ്റെ ഇടയിൽ കമ്പനീൻ്റെ ഒരു ഇമേജ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായല്ലോ? അപ്പം മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഹാസ് നോട്ടിഫൈഡ് സെക്ഷൻ 135 ആൻഡ് ഷെഡ്യൂൾ 7 ഓഫ് കമ്പനീസ് ആക്ട് 2013 ആസ് വെൽ ആസ് ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് റൂൾസ് 2014 ടു കംസ് ഇൻ ടു ഇഫക്റ്റ് ഫ്രം ഏപ്രിൽ 2014. സോ ഇവിടെ പറയുന്നത് സി എസ് ആർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഈ കമ്പനീസ് ആക്ട് 2013 കണ്ടെയ്ൻസ് പ്രൊവിഷൻസ് ഇൻസിസ്റ്റിംഗ് കമ്പനീസ് ടു സെറ്റ് അസൈഡ് എ സർട്ടൻ പോർഷൻ ഓഫ് ദ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി ടുവേർഡ്സ് മീറ്റിംഗ് സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ്. അപ്പോൾ ഈ സാമൂഹ്യക്ഷേമത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കുറച്ച് കാശ് മാറ്റി വെക്കുക, പ്രോഫിറ്റിൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് മാറ്റി വെക്കുക എന്നാണ് പറയുന്നത്. അതായത് സെക്ഷൻ 135 ആൻഡ് ഷെഡ്യൂൾ 7 ഓഫ് കമ്പനീസ് ആക്ട് ആൻഡ് CSR റൂൾസ് 2014 which became effective from 1st April 2014 made it mandatory for every company with a threshold limit to provide and spend 2% of average net profit ഫോർ CSR പ്രോജക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ റൂൾ അനുസരിച്ചിട്ട് കമ്പനി എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും അവരുടെ ഈ ത്രഷോൾഡ് ലിമിറ്റ്, ഒരു ലിമിറ്റ് പറയുന്നുണ്ട്, സെയിൽസ് എത്ര വരണം, പ്രോഫിറ്റ് എത്ര വരണം എന്നുള്ള. അങ്ങനെയുള്ള കമ്പനീസ് നിർബന്ധമായിട്ടും 2% ഓഫ് ദിയർ നെറ്റ് പ്രോഫിറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ഫോർ CSR ആക്ടിവിറ്റീസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് ആ ഒരു ഇത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. ദ ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ പറയുന്നത് നെറ്റ് വർത്ത് ഓഫ് ദ കമ്പനി ടു ബി ₹500 crore ഓർ മോർ. ആ പോയിന്റിൽ പറയുന്നത് കേട്ടില്ലേ, എവറി കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഓർ പബ്ലിക് ലിമിറ്റഡ് വിച്ച് ഈതർ ഹാസ് എ നെറ്റ് വർത്ത് ഓഫ് ₹500 crore. മനസ്സിലായല്ലോ? നെറ്റ് വർത്ത്, കമ്പനീൻ്റെ നെറ്റ് വർത്ത് 500 കോടിയിലധികം ഉണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും CSR ചെയ്തിരിക്കണം. അതായത് 2% ഓഫ് ദെയർ നെറ്റ് പ്രോഫിറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ഫോർ CSR. വേറൊരു ത്രഷോൾഡ് ലിമിറ്റ് പറയുന്നത് ടേൺ ഓവർ ഓഫ് ദ കമ്പനി ടു ബി ₹1,000 crore ഓർ മോർ. അതായത് കമ്പനീൻ്റെ ടേൺ ഓവർ, സെയിൽസ് എന്ന് പറയുന്നത് എത്രയിൽ കൂടുതലായിരിക്കണം, 1,000 crore ഓർ മോർ. അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി എന്ന് പറയുന്നത് ₹5 crore ഓർ മോർ. ഈ 3 ത്രഷോൾഡ് ലിമിറ്റ് പറയുന്നുണ്ട്. അതായത് എന്താ പറയുന്നത്, നെറ്റ് വർത്ത് ഓഫ് ദ കമ്പനി ഈസ് ₹500 crore, അല്ലെങ്കിൽ ഒരു ടേൺ ഓവർ ഓഫ് ₹1,000 crore or net profit of ₹500 crore need to spend at least 2% of its average net profit for the immediately preceding 3 financial years on CSR ആക്ടിവിറ്റീസ് എന്നാണ് പറയുന്നത്. അതായത് ഈ 2% കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, 3 പ്രീസീഡിങ് ഫിനാൻഷ്യൽ ഇയേഴ്സിൻ്റെ നെറ്റ് പ്രോഫിറ്റ് നോക്കിയിട്ടാണ്, ആവറേജ് പ്രോഫിറ്റ് എടുത്തിട്ടാണ്. മനസ്സിലായല്ലോ? ഇനി ഈ CSR ആക്ടിവിറ്റീസ് അപ്പം മനസ്സിലായല്ലോ. ഇൻ ഷോർട്ട് എന്താണ്, എവറി കമ്പനി വിത്ത് നെറ്റ് വർത്ത് ഓഫ് ₹500 crore ഓർ മോർ, അല്ലെങ്കിൽ ഓർ ടേൺ ഓവർ ഓഫ് ₹1,000 crore ഓർ മോർ, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ₹5 crore must compulsorily set aside and spend 2% of its profit for CSR project. അപ്പോൾ ഈ ഒരു പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്, ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ഫോർ ഇമ്മീഡിയറ്റ്ലി പ്രീസീഡിങ് 3 ഫിനാൻഷ്യൽ ഇയേഴ്സ്. ക്ലിയർ ആണോ? ഇനി എന്താണ് CSR കമ്മിറ്റീൻ്റെ ഫങ്ഷൻസ് നോക്കാം. CSR കമ്മിറ്റി ആൻഡ് പോളിസി ഉണ്ട്. അതായത് CSR ആക്ടിവിറ്റീസ് ചെയ്യുന്ന കമ്പനീസിനൊക്കെ ഒരു CSR കമ്മിറ്റി വേണം, അവർക്ക് കൃത്യമായൊരു CSR പോളിസി ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ദസ് എവറി ക്വാളിഫയിങ് കമ്പനി മസ്റ്റ് സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 2% ഓഫ് ദിയർ ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ഫോർ ഇമ്മീഡിയറ്റ്ലി 3 പ്രീസീഡിങ് ഇയേഴ്സ് ഓൺ CSR ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. Moreover, the qualifying company must constitute a CSR committee for the purpose with 3 or more directors. But CSR committee shall formulate and recommend to the board a policy which shall indicate the activities to be done.
അപ്പോൾ ഈ കമ്മിറ്റി നിർദ്ദേശിക്കണം എന്തൊക്കെ പോളിസീസാണ്, അതായത് CSR ആക്ടിവിറ്റീസ് ഏതൊക്കെ രീതിയിൽ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ഈ CSR കമ്മിറ്റി ആയിരിക്കും. They recommend the amount of expenditure to be incurred on the activities, monitor the CSR policy of the company. But board shall take into account the recommendations made by CSR committee and approve CSR policy of the company. അപ്പോൾ ബോർഡ് ഈ CSR കമ്മിറ്റീൻ്റെ എന്താ പറയുക, അവരുടെ റെക്കമെൻഡേഷൻസാണ് നോക്കുന്നത്. അങ്ങനെ അവരുണ്ടാക്കുന്ന CSR പോളിസിയാണ് ബോർഡ് അംഗീകരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ CSR കമ്മിറ്റീൻ്റെ ഫങ്ഷൻസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഫോർമുലേറ്റ് ആൻഡ് റെക്കമെൻഡ് ടു ദ ബോർഡ് CSR പോളിസി വിച്ച് ഷാൾ ഇൻഡിക്കേറ്റ് ദ ആക്ടിവിറ്റീസ് ടു ബി അണ്ടർടേക്കൺ ബൈ ദ കമ്പനി. ദെൻ റെക്കമെൻഡ് ദ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ടു ബി ഇൻകേർഡ് ഫോർ ഇൻഡിക്കേറ്റഡ് ആക്ടിവിറ്റീസ്, എത്ര ഓരോന്നിനും ചിലവാക്കണം എന്നുള്ളത് റെക്കമെൻഡ് ചെയ്യുക. ദെൻ മോണിറ്റർ ദ CSR പോളിസി ഓഫ് ദ കമ്പനി ഫ്രം ടൈം ടു ടൈം. So it is the duty of the committee to ensure that activities included in the CSR policy of the company are undertaken by the company. വെറുതെ ഒരു പോളിസി ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്, നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് ഈ CSR കമ്മിറ്റിയാണ്. ഇനി ഈ CSRൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റീസ് ഉണ്ട് CSR ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാനൊന്ന് മുഴുവനായിട്ട് പറയുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം പറഞ്ഞു പോവുകയാണ്. അതിൽ the activities that can be done by company to achieve its CSR obligations include eradicating poverty, promotion of education, promoting gender equality and empowering women, reducing child mortality and improving maternal health, then combating deadly diseases, ensuring environmental sustainability, enhancing vocational skills, social business project, contribution to Prime Minister's National Relief Fund or other fund set up by central government or the state governments for socio-economic development and relief, and funds for welfare of scheduled caste, scheduled tribe, other backward classes, minority and such other matters as may be prescribed. ഈ ഏരിയയിലൊക്കെയാണ് കമ്പനി CSR ആക്ടിവിറ്റീസ് നടത്തേണ്ടത് എന്നുള്ള പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, ഒന്ന് വായിച്ച് നോക്കുക. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് CSR ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക. അതേപോലെ വേറെ എന്തൊക്കെയാണ് പറയുന്നത്? വിമൻ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പിന്നെ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക. പിന്നെ ഈ വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ CSR ആക്ടിവിറ്റീസിൽ വരുന്നുണ്ട്. ഏതെല്ലാണെന്നുള്ളത് ഒന്ന് നോക്കി വെക്കുക. ക്ലിയർ ആണോ? ഓക്കെ. ഇനി അമെൻമെൻറ്റ്സ് പറയുന്നുണ്ട്. കമ്പനീസ് ആക്ട് അമെൻമെൻറ്റ് 2019 അമെൻമെൻറ്റ്സ് എന്തൊക്കെയാണ് വന്നത് എന്നുള്ളത് ഒന്ന് വായിച്ച് നോക്കുക. അതിൽ ഒന്നാമത് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ആവറേജ് നെറ്റ് പ്രോഫിറ്റ് 2% ഓഫ് ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദി ഇമ്മീഡിയറ്റ്ലി 3 പ്രീസീഡിങ് ഇയേഴ്സ്. അപ്പോൾ ഈ 3 ഇമ്മീഡിയറ്റ്ലി പ്രീസീഡിങ് ഫിനാൻഷ്യൽ ഇയേഴ്സ് എന്നുള്ളതിന് പകരമായിട്ട് എന്ത് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്? The words where the company has not completed the period of 3 financial years since its inception during such immediately preceding. അതായത് ചില കമ്പനികൾ 3 വർഷമായിട്ടുണ്ടാവില്ല നിലവിൽ വന്നിട്ട്. അങ്ങനെയുള്ളവർക്ക് കഴിഞ്ഞ ഒരു വർഷത്തെ ആ ഒരു പ്രോഫിറ്റിൻ്റെ 2% ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു ടേം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ എനി എമൗണ്ട് സസ്പെൻഡഡ് ബൈ ദ കമ്പനി ഇൻ കേസ് ഓഫ് എൻ ഓൺഗോയിങ് പ്രോജക്റ്റ് ഷാൽ ബി ട്രാൻസ്ഫേർഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 30 days from the end of the financial year to a special account to be opened by the company in that behalf for that financial year in a scheduled bank called unspent CSR account എന്ന് പറയും. അതായത് അക്കൗണ്ടിങ് ഇയർ എൻഡായിട്ടും ഈ CSRൻ്റെ മുഴുവൻ എമൗണ്ടും യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാം. എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ആ ബാക്കി വന്ന ബാലൻസ് എമൗണ്ട് ഉണ്ടാവില്ലേ, അതൊരു സെപ്പറേറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കണം ഷെഡ്യൂൾഡ് ബാങ്കിൽ. ആ അക്കൗണ്ടിന് പറയുന്ന പേരാണ് അൺസ്പെൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ട്. മനസ്സിലായല്ലോ? ഇനി സച്ച് എമൗണ്ട് ഷാൽ ബി സ്പെൻഡ് ബൈ ദ കമ്പനി ഫോർ ഇറ്റ്സ് ഓബ്ലിഗേഷൻ ടുവേർഡ്സ് ദ CSR പോളിസി വിത്തിൻ എ പീരീഡ് ഓഫ് 3 ഫിനാൻഷ്യൽ ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് ട്രാൻസ്ഫർ. ആ 3 വർഷത്തിനുള്ളിൽ എമൗണ്ട് യൂസ് ചെയ്യുകയും വേണം. പിന്നെ ഒരു പീനൽ പ്രൊവിഷൻസ് പറയുന്നുണ്ട്. കമ്പനി ഷാൽ ബി പണിഷബിൾ വിത്ത് ടൈം വിച്ച് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 50,000 but which may extend to rupees 25 lakh. Every officer of such company who is in default
shall also be punishable with imprisonment for a term which may extend to 3 years or with a fine which shall not be less than 50,000 but which may extend to 5 lakhs or with both. അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും വീഴ്ചകൾ വരുത്തുന്നവരുടെ കാര്യമാണ് പറയുന്നത് പീനൽ പ്രൊവിഷൻസിൽ. Then the central government can give general and special directions to companies if it considers necessary to ensure compliance of provisions of this section. അപ്പോൾ CSR എന്താണ് എല്ലാം നോക്കി വെക്കുക. ഏരിയ ഓഫ് CSR ആക്ടിവിറ്റീസ് മനസ്സിലായല്ലോ. അപ്പോൾ അണ്ടർ കമ്പനീസ് ആക്ട് പ്രിഫറൻസ് ഷുഡ് ബി ഗിവൺ ടു ലോക്കൽ ഏരിയാസ് ആൻഡ് ഏരിയാസ് വെയർ കമ്പനി ഓപ്പറേറ്റ്സ്. കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കമ്പനി എവിടെയാണോ നിലനിൽക്കുന്നത് അവരുടെ ലോക്കൽ ഏരിയാസിലുള്ള ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ കമ്പനി മേ ഓൾസോ ചൂസ് ടു അസോസിയേറ്റ് വിത്ത് അതർ കമ്പനീസ് ഫോർ ഫുൾഫില്ലിംഗ് the CSR activities provided that they are able to report individual. അപ്പോൾ CSR എന്താണെന്ന് നോക്കുക, കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്ന് നോക്കുക ഇന്നത്തെ ക്ലാസ്.